സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും ഇടുക്കിയിൽ ITI ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കണം. ഗവൺമെന്റ് ITI പിന്നെ ഈ ജില്ലയിൽ തുടങ്ങുന്നപ്പോൾ രാജാക്കൾ വളരെ നല്ല നിലയിൽ ഈ വേദിയിലുള്ള എല്ലാ ജനപ്രതിനിധികളെയും കഞ്ഞിക്കുഴി ഇവിടെ ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ പുതിയ ITI ഇനി ആരംഭിക്കുന്നില്ല. നിലവിലുള്ളതെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്, പണ്ട് കേരളത്തിലുണ്ടായിരുന്ന ഒരു ലീഡർഷിപ്പ് റോള് നിലനിർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നിലയിലേക്ക് നമ്മുടെ ITIകൾ മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഗവൺമെന്റ് ഈ 2.5 വർഷക്കാലവും പ്രവർത്തിക്കാൻ പരിശ്രമിച്ചത്. ഈ ITI വിദ്യാഭ്യാസം ഒന്നിനും കൊള്ളരുതാത്തതാണ് എന്ന് ചിലരുടെയെങ്കിലും ചിന്താഗതി മാറ്റി ഇതൊന്ന് മെച്ചപ്പെടുത്തുകയും അതുവഴി കേരളത്തിലെ കുറെ എഞ്ചിനീയറിംഗ് കോളേജ് ഒന്ന് പൂട്ടിക്കിട്ടുന്ന ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. ആ നിലയിലേക്ക് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് MLA റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടും അതിനോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഫണ്ടും കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് ഈ നിലയിലൊന്നുമല്ല, നല്ല അന്താരാഷ്ട്ര ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള കെട്ടിടത്തോടുകൂടി തന്നെ നമുക്കിവിടെ ഒരു ITI ആക്കി എടുക്കാം.